ആദിലയും നൂറയും കൂടെ ഗാർഡൻ ഏരിയയിലെ സോഫയിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അൻമോൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്, വേഗം വായോ, നാളത്തേക്കുള്ള സവാള എല്ലാം കട്ട് ചെയ്ത് വെക്കാം, രാവിലെ ടാസ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടാണ്, അതുമല്ല കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സവാളയൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒന്ന് വായ, നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ മുതലേ വിളിക്കുന്നില്ലയോ, എന്താ അതിൽ ഇത്രയും പറഞ്ഞാൽ കേൾക്കാത്തത്, നമുക്കത് ചെയ്തു വെച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം അനുമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്, കുറേ സമയമായിട്ട് വിളിക്കുന്നുണ്ട്. അനുമോൾ നമ്മുടെ ഡോറിൻ്റെ അവിടെ വന്ന് വിളിച്ചപ്പോൾ തന്നെ പറയാം അമ്മായി വരുന്നുണ്ടെന്ന് ആദില പറയുക. എന്നിട്ട് അനുമോൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അനുമോൾ നമ്മുടെ നൂറയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ കിച്ചണിലിടല്ലേന്ന്, വേറെ ഏതെങ്കിലും സെഷനിലിട്ടാൽ കുഴപ്പമില്ലായിരുന്നു, കിച്ചണിലായി ഇവൾ പണിയെടുക്കത്തില്ല, ബാക്കിയുള്ളവർക്ക് ടൈമിൽ ആഹാരം കൊടുക്കേണ്ടുന്നതല്ലേ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആദിലയ്ക്ക് ദേഷ്യം വന്നിട്ട് ആദില പറയാം, നീ പോ, എനിക്കിപ്പോൾ വയ്യ വരാൻ എന്നൊക്കെ ആദ്യം പറഞ്ഞു നോക്കി. പക്ഷേ അനുമോൾ പോകാൻ തയ്യാറായില്ല. അനുമോൾ ദേഷ്യം പിടിക്കുന്ന കണ്ടപ്പോഴത്തേന് നൂറ പറഞ്ഞ് പെട്ടെന്ന് ചെറുതായിട്ട് കുറച്ച് കാന്ത കട്ട് ചെയ്ത് കൊടുത്തിടിഞ്ഞ് പോരെ. അപ്പോൾ ആദില പറയാം എന്നാൽ വാന്ന് പറഞ്ഞിട്ട് എണ്ണീറ്റ് നേരെ അപ്പോഴത്തേന് നമ്മുടെ കിച്ചണിലേക്ക് പോവുകയാണ്. അനുമോൾ പോകുന്ന വഴി ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഞാൻ കിച്ചണിൽ ഇവിടെ ഇടണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, എന്നിട്ട് വീണ്ടും എടുത്തിട്ട്. അപ്പോൾ അതിലേക്ക് നീ പറയുമ്പോൾ നിന്നെ കിച്ചണിൽ ഇടാതിരിക്കാൻ നീ ആരാ, നീ എന്തിനാ 100 എടുത്ത് എന്നെ ഇടണ്ടെന്ന് പറയാനാ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട്, അനുമോൾ ആ കട്ടിംഗ് ബോർഡും ആ ഒരു കത്തിയും എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം ആദിൽ പറയാണ്, സവാള എന്തി, സവാള എടുത്തിട്ട് വാന്ന്. അപ്പം അനുമോൾ പറഞ്ഞു, സവാള ഞാൻ വിചാരിച്ച് സാബുമാനെ കൊണ്ട് അരിയിക്കാമെന്ന്. അന്നേരം പറയാം, എന്നാൽ അവനെ കൊണ്ടങ്ങ് അരിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ബീൻസ് അരിഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, അയ്യോ ഞാനിപ്പോഴാണ് ഓർത്തത്, അവന് നല്ലതായിട്ട് കട്ട് ചെയ്യാൻ അറിയത്തില്ല, നീ തന്നെ സവാള കട്ട് ചെയ്യ്, അതാ നല്ലത്. അപ്പം പിന്നെ ആദില കട്ട് ചെയ്യത്തില്ല. അപ്പോഴും അനുമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അനുമോൾ സവാള എടുക്കാനായിട്ട് പോയി. എന്നിട്ട് പറയാം, ഞാൻ ബീൻസേ കട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദില കുറച്ച് ബീൻസ് എല്ലാം കൂടെ എടുത്തിട്ട് എല്ലാം കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നിട്ട് പറഞ്ഞ് ഞാൻ ടേബിളിൽ പോയിരുന്ന് കട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആദിലയാണെങ്കിൽ കൂടുതൽ ജോലിയൊന്നും എടുക്കത്തില്ല, ഭയങ്കര മടിച്ചിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നൂറയും അതുപോലെ കിച്ചണിലെ ഒരു പണി ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ചെയ്യാനും കയറത്തില്ല. രണ്ടുപേരും മടിച്ചികളാണ്, മടിച്ചികൾ.